ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ബേക്കറി പലഹാരമായിട്ടാണ്. ബേക്കറിയിലൊക്കെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ബണ്ണുണ്ട്, ജാമൊക്കെ നിറച്ചിട്ടുള്ള, ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടും പുറമേയൊക്കെ ഇച്ചിരി ക്രിസ്പി ആയിട്ടുള്ള ഒരു ബണ്ണുണ്ട്. ആ ബണ്ണ് നമ്മളിന്ന് നമ്മുടേതായ രീതിയിൽ വീട്ടിൽ ഓവനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനാണെന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ജാം ബണ്ണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു കപ്പോളം വെള്ളം തിളപ്പിച്ച് ചെറു ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഈസ്റ്റൊക്കെ കലക്കി വെക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറു ചൂടുള്ള പാല് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു കപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂണോളമുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വെക്കണം. കാരണം ഇതൊക്കെ ഒന്ന് ഈസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഒന്ന് പൊന്തിയൊക്കെ വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു ജാം ബണ്ണ് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ മൈദപ്പൊടി ആണ് നോർമലി എല്ലാവരും ഒരു ബ്രെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ മൈദ എടുത്തത്. അപ്പോൾ ഞാൻ ഒരു കപ്പോളം വെള്ളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഞാനത് 1 ടീസ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട്. ഒപ്പം ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മുട്ട വേണ്ട, ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മുട്ടയില്ലാതെയും തന്നെ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കുമാണ് ഇച്ചിരി ലൂസായിട്ടാണ് മാവ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പും കൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇപ്പോൾ ഒരു അല്പം എണ്ണ നമുക്കൊന്ന് മേലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാത്രത്തിൻ്റെ ഒരു മൂടിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫിലിം പേപ്പർ വെച്ചിട്ടോ നമുക്കൊന്ന് മൂടി വെക്കണം. അതിനുശേഷം ഞാനിവിടെ 1 മണിക്കൂറാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ആ ഒരു ടീസ്പൂണോളമുള്ള ഓയിലൊന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് എന്താ പറയുക ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ, അത് ഓരോ സ്ഥലത്തിനനുസരിച്ചും ചൂടിനനുസരിച്ചൊക്കെയാണ് ഇത് പൊന്തി വരിക. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 1 മണിക്കൂറിനകത്ത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ എന്തായാലും ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഈസ്റ്റൊക്കെ അത്യാവശ്യമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്, ഒന്ന് പുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മാവ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതാ ഞാനൊന്ന് കൈ കൊണ്ടൊന്ന് കാണിക്കുന്ന നല്ല എയറൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അല്പം മൈദപ്പൊടി ഒന്ന് വെതറി കൊടുക്കാം. ചിലപ്പോൾ ഇത് എന്താ പറയുക ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഈ പാത്രത്തിനകത്തോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അല്പം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ പൊന്തി വന്നിട്ടുള്ള ഈസ്റ്റിൻ്റെ മാവ് ഇതിനകത്തോട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പൊടി കയ്യിൽ ഒത്തിരി ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അല്പം പൊടി ചേർക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ ബോളുകളൊക്കെ ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കണം. മാവൊക്കെ നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അല്പം കൂടെ പൊടിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് ഞാനിതൊരു ചെറിയൊരു വട്ടം പോലെ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടോ നമുക്കിതൊരു ഞാനിങ്ങനെ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് എൻ്റെ ഒരു മെത്തേഡിന് ചെയ്തോന്നേ ഉള്ളൂ. നിങ്ങൾക്കതല്ല ഈ ഒരു മാവ് ഒരു സിലിണ്ടർ ഷേപ്പിലോട്ട് റോൾ ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് റോളുകളാക്കി, അതായത് ഉണ്ടകളാക്കി മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കുറച്ചും കൂടെ ക്ലിയറായി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അതാ ഞാൻ കൈകൊണ്ട് ഈ മാവ് ഒരു വട്ടത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒരു കത്തിയാണ് ഉപയോഗിക്കുന്നത്. കത്തി വെച്ചിട്ട് നമുക്ക് ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളായി മുറിച്ച് ഞാൻ അതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇതിൽ നിന്ന് ഓരോ റോളുകളും ഞാനിപ്പോൾ ഒരു റോൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇതുപോലെ മടക്കി മടക്കി നല്ല തിക്ക് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 2ആയി മടക്കി, പിന്നെ വീണ്ടും 2ആയി മടക്കി, അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് ചെറുതായിട്ട് മടക്കി എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം മടക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് റോളർ വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിന്ന് ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാനിതൊന്ന് വെട്ടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം ഒരു റോൾ എടുക്കുക, നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം മടക്കി മടക്കി എത്രത്തോളം നിങ്ങൾക്ക് മടക്കി എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു എന്താ പറയുക ജാം ബണ്ണ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഇതൊന്ന് മടക്കി മടക്കി പരത്തിയൊക്കെ എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യമാണ് ഇച്ചിരി ഒരു കൺഫ്യൂഷൻ തോന്നുക, പിന്നെ നമുക്കതൊരു ഐഡിയ കിട്ടും അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ട്രയാങ്കിളിലാണ് ഞാനൊന്ന് വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് ആദ്യത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ട്രയാങ്കിൾ വന്നില്ല, അതേപോലൊക്കെ തന്നെയാണ് ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് മുന്നോട്ട് പോകുന്നതോറാണ് ഞാൻ വെട്ടുന്നതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇത് എത്രയേ ഉള്ളൂ. ഞാൻ അല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അതിനുശേഷം ഞാൻ ഇതിനകത്ത് ജാമാണ്, അത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളമുള്ള ജാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ കണ്ടോ മടക്കി 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 അവസാനം എത്തുമ്പം അതൊന്ന് വലിച്ച് നമ്മൾ ഇതിൻ്റെ നടുവേക്കോ കൂടെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വരെ എത്തിച്ചു. അതിനുശേഷം ഇത് മൈദ ആയതുകൊണ്ട് അല്പം നന്നായിട്ട് തന്നെ വലിഞ്ഞു വരുമല്ലോ. അപ്പോൾ ഞാനൊന്ന് വലിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല ക്യൂട്ടായിട്ടുള്ള, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് കയ്യിൽ എടുത്തു കൊടുക്കാവുന്ന, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന് കഴിക്കാവുന്ന ഒരു ബണ്ണ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ അടുത്തതും കൂടെ ഞാൻ ഇച്ചിരി കുറച്ച് സ്ലോ ആയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ബേസൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ അല്പം മുട്ട ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാനും നല്ലൊരു മൊരിഞ്ഞ പോലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. ഞാൻ ചേർക്കുന്നത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടിയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മളിത് റോൾ ചെയ്ത് ഈ ഒരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴാണ് നമ്മൾ റോൾ ചെയ്തതിനേക്കാളും ഇച്ചിരി കൂടെ ഒന്ന് വീർത്ത് നമുക്ക് ഈ ഒരു ബണ്ണ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ഒന്നുമല്ല, വളരെ കുറച്ച് ഒരു ഫ്ലഫി ആവുന്ന മാത്രം. അപ്പോൾ ഇനി ഞാൻ നമ്മൾ ഈ എല്ലാ പരത്തി വെച്ചിരിക്കുന്ന ബണ്ണിൻ്റെ മേലും ഈ ഒരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബണ്ണിലൊക്കെ ബ്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഓവൻ ഇല്ലാതെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു പാത്രം ഞാനിവിടെ ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടി ഒന്ന് കമത്തി വെച്ചാലും മതിയാവും. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഞാനിപ്പോൾ ആ പാത്രത്തോട് കൂടെ തന്നെയാണ്, ഈ ഒരു പാത്രം നമുക്ക് ചൂടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാത്രമാണ്. അപ്പോൾ ഇതോടുകൂടെ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒത്തിരി കട്ട കുത്തി വെക്കേണ്ട, കാരണം ഇതൊന്ന് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് എന്താ പറയുക വലുതായി വരും, വീർത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരും ഒത്തിരി കട്ട കുത്തി വെച്ച് കഴിഞ്ഞാൽ. ഞാനിപ്പോൾ വെച്ച് തന്നെ അല്പം കൂടുതലാണ്, എങ്കിലും ഞാനെന്തായാലും വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നല്ല കളറിലൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വരും കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി.
തിരിച്ചിട്ട് കൊടുത്താൽ മാത്രമാണ് ഇതിൻ്റെ അടിഭാഗത്തോടും കൂടെ വെന്ത് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് ഇങ്ങനെ ഒരുമാതിരി ഒത്തിരി പഞ്ഞി പോലെ ഇരിക്കും, വേവാത്ത പോലെ നമുക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ ഇതിനകത്തുള്ള ജാമൊക്കെ ചിലപ്പം ഇതുപോലെ പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനെന്തായാലും ഇതൊന്ന് തിരിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ പുറക്കാണെന്നുണ്ടെങ്കിലും നല്ല സ്മൂത്തായിട്ടും അതുപോലെ തന്നെ നമുക്ക് കാണാനൊക്കെ നല്ലൊരു ഭംഗിയായുള്ള രീതിയിലൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കാം കേട്ടോ. അതാ നോക്കിക്കേ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിലൊക്കെ ബാക്ക് സൈഡും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിൽ ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. അപ്പം ഞാൻ ഇതൊക്കെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നതെന്ന്. സാധാരണ ഒരു ബണ്ണ് കഴിക്കുന്നത് പോലൊക്കെ തന്നെയാണ്. നമ്മൾ ബേക്ക് ചെയ്ത ബണ്ണ് ഉടനെ കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ. അതുപോലെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റും. പിന്നെ ആ ജാമൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് ജാമും ബ്രെഡൊക്കെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അത് തന്നെയാണ് ഇതിനും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ബേക്കറിയിലോ അങ്ങനെയൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് ഞാൻ ഹൈ ഫ്ലെയിമിലോട്ട് ആക്കുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ 30 മിനിറ്റിനകത്ത് ആയി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചും നമ്മൾ എടുക്കുന്ന മാവിനൊക്കെ അനുസരിച്ചും സമയം കൂടുതലും കുറവൊക്കെ ആയി വരും. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.